നമസ്കാരം. അത് കഴിഞ്ഞ് അയാൾ പറയുന്നത് ഒടിയനിൽ മോഹൻലാൽ ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ മോഹൻലാലിന് ആക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. തേന്മാവിൻ കൊമ്പത്ത് കിലുക്കം പോലാണോ ഇപ്പം എന്നാണ് ചോദിക്കുന്നത്. അടിച്ചിട്ടിരിക്കുന്ന ഇയാളുടെ ഇന്നത്തെ മോന്തയാണോ 30 വർഷം മുമ്പ് എന്നാണ് എനിക്ക് അയാളോട് ചോദിക്കാനുള്ളത്. പിന്നെ അയാളൊരു പ്രവചനം നടത്തി, ഒരു 5-10 വർഷമൊക്കെ മമ്മൂട്ടി ഇപ്പം ഈ പോകുന്ന പോലെ തന്നെ പോകുമെന്ന്. എന്ത് ചെയ്യാക്കും, ഇവനെയൊക്കെ എന്താ വിളിക്കേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവ ഈ അടുത്ത കാലത്ത് നിന്ന് മോഹൻലാലിൻ്റെ തുടരും അടക്കമുള്ള സിനിമകളൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് പൈസ വെള്ളം അടിക്കാൻ കടം ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിന്, അല്ലെങ്കിൽ മോഹൻലാൽ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ കൂടെ താമസിപ്പിക്കാത്തതിൻ്റെ ചുരുക്കാണ് തീർക്കണം. അതാ പണ്ടൊരിക്കൽ ഇയാൾ തുറന്നു പറഞ്ഞു, ഞാൻ കടം ചോദിച്ചിട്ട് തന്നില്ല, ഞാൻ കാണാൻ ചെന്നിട്ട് കാണാൻ സമ്മതിച്ചില്ല എന്നൊക്കെ. ഇവിടെയൊക്കെയാണ് നമുക്ക് ആന്റണി പെരുമ്പാവൂരിനോട് ബഹുമാനം തോന്നുന്നത്. കാരണം ആന്റണി വരുന്നതിന് മുമ്പ് ഇവൻ ശരിക്കും പൈസ കടം വാങ്ങിച്ച് കിളുത്തിട്ടുണ്ട്, തിരിച്ചു കൊടുക്കില്ല. പക്ഷെ ആന്റണി വന്ന ശേഷം കടക്ക് പുറത്ത് എന്ന് കൃത്യമായിട്ട് പറയും. മോഹൻലാൽ അറിയ പോലും ഇല്ല ചിലപ്പോൾ. കഷ്ടമാണ് ഇത്തരം ജന്മങ്ങളെന്ന് ഞാൻ പറയും. വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയെ കൊണ്ട് ഇടുക കേട്ടോ, അല്ലെങ്കിൽ ഉടനെ കട്ടയമ്പടം മടങ്ങും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത കഥ, പൂജ്യത്തിൽ നിന്നും തുടങ്ങുന്നവരാണ് മിക്ക സിനിമാക്കാരും. പിന്നെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കും, ഭാഗ്യം കടാക്ഷിക്കുന്നവർ. അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരോ വേണം ആലോചിച്ച് നോക്കുക. 250 രൂപയ്ക്ക് ഉറക്കമിളഞ്ഞ് നാടകത്തിൽ അഭിനയിച്ചിരുന്നവർ സിനിമ എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന് ലക്ഷങ്ങൾ വാങ്ങുന്നവരാവും ഇല്ലേ? അത് ഓരോരുത്തരുടെ ഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യം വരുമ്പോൾ മണിമാളിക പല ജില്ലയിലും കെട്ടിപ്പൊക്കും, വില കൂടിയ കാറുകൾ വാങ്ങിച്ച് കാർ ഷെഡ് ഉണ്ടാക്കി അതിൽ നിരത്തിയിടും, നീട്ടി വളർത്തിയ തലമുടി അങ്ങോട്ട് നീട്ടി വളർത്തും, ബാർബർക്ക് പൈസ കൊടുക്കാതിരിക്കാൻ. എന്നിട്ട് അതിനെ പെണ്ണുങ്ങളെ പോലെ കുടുമി കെട്ടും. എന്നിട്ട് തോടിയം ഫ്രെയിമുള്ള ഒരു കണ്ണട വാങ്ങിക്കും. ആ കണ്ണടയെ വെച്ചാൽ പിന്നെ നടക്കുള്ളൂ. അങ്ങനെ കോപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിലസി നടക്കും. അതാണ് ഈ പുത്തനച്ചി പെരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ പോലെ യവന്മാർ കാണിക്കുന്നത്. പക്ഷേ ഇതെല്ലാം സമ്പാദിച്ചാലും ജാത്തിയാലുള്ളത് തൂത്താ പോകില്ല എന്ന് പറഞ്ഞ കിടക്ക് റേഷനരി കഞ്ഞിയും ചുട്ടമുളകും കിട്ടി എന്നിടത്ത് നിന്നും കോടികൾ സമ്പാദിച്ച് കഴിയുമ്പോൾ ആർത്തി പണ്ടാരങ്ങളാവും. ഏത് വഴിയും സ്വീകരിക്കും പണം ഉണ്ടാക്കാനായിട്ട്. എങ്ങനെയും എത്ര നാണം കിട്ടാലും കുഴപ്പമില്ല, ഏത് പ്രോപ്പർ വേ അല്ലെങ്കിലും കുഴപ്പമില്ല, ആര് കള്ളാന്ന് വിളിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കുറെ കാശ് സമ്പാദിക്കണമെന്ന് ഇങ്ങനെ ആക്രാന്തത്തോടെ കാശ് സമ്പാദിക്കാനുള്ള വഴികൾ തേടും. ഇട്ടുമൂടാൻ കാശുണ്ടാക്കിയാലും മതി വരാത്തവർ, എനിക്ക് അവരോട് പറയാനുള്ളത്, ഭക്തകുചേല എന്ന് പറഞ്ഞ മെർലാൻഡിൻ്റെ സിനിമയില്ലേ, ഈശ്വര ചിന്തയിലൊന്നേ മനുജന് ശാശ്വതം ഈ ലോകം എന്ന പാട്ട് വീട്ടിലും കാറിലും സദാ കേട്ടാൽ കുറച്ചെങ്കിലും ആർത്തി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ എണീക്കുമ്പോഴായിരിക്കുന്നേ താൻ ചത്തു എന്ന ബോധം വരുന്നത്. ആ ബോധം പോലും ഇല്ല ഈ യവന്മാർക്ക് എന്നാണ് ഞാൻ പറയുന്നത്. രാവിലെ എണീക്കുമ്പോഴേ അയ്യോ ഞാൻ ചത്തുപോയാ എന്നറിയണത്, ഉറക്കത്തില്ലെങ്കിൽ ചത്തുപോകും. അപ്പം പിന്നെ ഈ കോടികൾ സമ്പാദിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തവരാണ് സിനിമയിൽ അധികവും. ഞാൻ ചാവൂല, ബാക്കി എല്ലാവരും ചാവും. ഒരുത്തൻ പാൻ ഇന്ത്യൻ നടനായിട്ടും കന്നഡ തെലുങ്ക് സിനിമകൾ ആരെങ്കിലും മലയാളത്തിലേക്ക് മൊഴി മാറ്റുന്നു എന്നറിഞ്ഞാൽ അപ്പോൾ വിളിക്കും, ഞാൻ എൻ്റെ ടീമിനെ കൊണ്ട് ഭംഗിയായി ചെയ്തു തരാം, കഴിഞ്ഞ പടം മറ്റവൻ എത്രയ്ക്കാണ് ചെയ്തത് എന്ന് കേൾക്കും. അപ്പോൾ അവർ എമൗണ്ട് പറയും, എന്നാൽ അതിൽ നിന്ന് 50,000 കുറച്ച് തന്നാൽ മതി, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു വാങ്ങി. ഇവന് കോടികൾ പ്രതിഫലം വാങ്ങുന്നവനാണ്. ഒരുത്തൻ്റെ കഞ്ഞിയിൽ പാറ്റയെ പിടിച്ചിട്ട് അതും കൂടെ അടിച്ചുകൊണ്ട് പോകണ പണിയാണ് ഇതെന്ന് ഞാൻ പറയണ്ടല്ലോ. വേറൊരുത്തനാണെങ്കിൽ ഡേറ്റ് കൊടുക്കുമ്പോഴേ പറയും, എൻ്റെ 4 കാറുണ്ടേ, സെറ്റിൽ ഓടിക്കണം, ലോൺ എടുത്ത് ഒരു കാറെടുത്ത് കുടുംബം പോറ്റാം എന്ന് കരുതി സിനിമയിൽ കാർ ഓടിക്കാൻ വരുന്ന 4 കുടുംബങ്ങളുടെ കഞ്ഞിയിലാണ് യവൻ പാറ്റ പിടിച്ചിരുന്നത്. വേറൊരുത്തം പറയുന്നത്, എനിക്കൊരു 4 ഫ്ലാറ്റുണ്ടേ, ഷൂട്ടിംഗ് ക്രൂവിന് പറ്റിയതാ, വെള്ളം അടിക്കാനും വലിച്ചു കയറ്റാനും എല്ലാത്തിനും വ്യഭിചരിക്കാനും എല്ലാത്തിനും പറ്റിയ 4 ഫ്ലാറ്റുണ്ട് കേട്ടാ, അതങ്ങ് തരുക എന്ന് പറയും. എന്തിനാണ്? ഓസിനല്ല, ഒരു ഫ്ലാറ്റിന് ദിവസം 10,000 രൂപ 5,000 രൂപ വെച്ച് വാടക വാങ്ങിച്ചുകൊണ്ട് 4 ഫ്ലാറ്റ് കണ്ണുടച്ചുകൊണ്ട് 10,000 30,000 രൂപ കിട്ടുമല്ലോ 4 ഫ്ലാറ്റിൽ. അപ്പോൾ 100 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എത്ര രൂപയായി നിങ്ങൾ ആലോചിക്കുക. നായകനായതുകൊണ്ട് നിങ്ങളുടെ ഫ്ലാറ്റ് വേണ്ടാന്ന് പറയാനും പറ്റില്ല. ഇങ്ങനെ ദിവസവും ഒരു 10,000-50,000 ഒപ്പിക്കാൻ എന്ത് നാറിയ പണിയും ഇവന്മാർ കാണിക്കും. ആഹാരം വിളമ്പുന്ന പാത്രങ്ങൾ, അവിടെ ഷൂട്ടിംഗ് ക്രൂവിനൊക്കെ ഇരിക്കാനുള്ള കസേര, ഗ്യാസ് കുറ്റി, അടുപ്പ് മുതലൊക്കെ
മിക്കവാറും പ്രൊഡക്ഷനുകൾ ദിവസ വാടകയ്ക്കാണ് എടുക്കുന്നത്. അങ്ങനെ ദിവസ വാടകയ്ക്ക് കൊടുത്ത് 2500 രൂപ കൈപ്പറ്റുന്ന നാറികളും മലയാളത്തിലെ വലിയ താരങ്ങളായി നടപ്പുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ വില പോകുന്നു എന്നോ ഒരുത്തൻ്റെ അന്നം ഞാൻ മുടക്കുകയാണ് എന്നോ ചിന്തിക്കാതെ എനിക്കെങ്ങനെ 1000 രൂപ ഏറ്റവും കുറഞ്ഞത് ഒപ്പിക്കാമെന്നാണ് അവന്മാരെല്ലാം ചിന്തിക്കുന്നത്. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി കിടക്കില്ല, അതാണ് പ്രശ്നം. വേറെ ചിലരാണെങ്കിൽ ബ്രാൻഡ് അംബാസഡർ, പരസ്യാഭിനയം ഒക്കെയാണ്. താൻ പരസ്യം ചെയ്യുന്ന സാധനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി ചിന്തിക്കുക പോലുമില്ല. വർഷത്തിലൊരു 5 കോടി ഇങ്ങ് പോരട്ടെ എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഒരു സിനിമയിലെന്ന് വെച്ചോളൂ. ഭർത്താവ് നഷ്ടപ്പെട്ട കഥാപാത്രം കരഞ്ഞ് കലങ്ങി തകർത്ത് അഭിനയിക്കുന്നതിനിടയിലാവും, നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ വിഷമത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാവും ആ ഭർത്താവില്ലാത്ത ഭാര്യയായിട്ട് അഭിനയിച്ച ആ സ്ത്രീ അഭിനയിച്ച നല്ല തരിയുള്ള നെയ്യ്, പശുവിൻ്റെ നെയ്യര പരസ്യത്തിൽ അഭിനയിക്കുന്നത് ആലോചിച്ച് നോക്കി. പിന്നെ ആ സിനിമയുടെ ബാക്കി കാണാൻ നമുക്ക് തോന്നുമോ? തരിയുള്ള നെയ്യ് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആരെന്ന് പറയണ്ടല്ലോ. അയ്യോ, ഏത് കൂതറ പരസ്യത്തിൽ കയറി അഭിനയിച്ചളെ. അത് തൻ്റെ കരിയറിനെ ബാധിക്കും എന്നുള്ള ഒരു പ്രശ്നമില്ല. കാറ്റുള്ളപ്പോൾ തൂറ്റുക, എങ്ങനെയെങ്കിലുമൊക്കെ കുറേ കോടികൾ ഒപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ. അല്ലാതെ ജയഭാരതിയും ഷീലയും ശാരദയും വിധുബാലയൊക്കെ കാണിച്ചിരുന്ന ഒരു ആത്മാർത്ഥയും ഒരു കൂതറകൾക്കും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നടൻ ജയസൂര്യയാണ്. ഒരു സാധാ സ്വർണ്ണപ്പണിക്കാരൻ്റെ മകനായി 50 രൂപ കിട്ടുന്ന ജൂനിയർ ആർട്ടിസ്റ്റായി തുടങ്ങിയ ആളാണ് ജയസൂര്യ. അതുകൊണ്ട് തന്നെ അയാളെ എനിക്ക് ബഹുമാനമാണ്. ഇപ്പോൾ കോടികൾ പ്രതിഫലം വാങ്ങുന്ന നായകനാണ്. പക്ഷേ ക്യാ ഫൽ ഹേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരു ബ്രാൻഡ് അംബാസഡറായി ഒരു തല്ലിപ്പൊളി പറ്റിപ്പ് സ്ഥാപനത്തിൽ ചെന്ന് കൂടി ആളുകളെ പറ്റിക്കാൻ പ്രേരിപ്പിച്ചതിന് EDയുടെ ഓഫീസിൽ 2 തവണ കയറി എന്ന് ജയസൂര്യ പറയുന്നു. അല്ല, നിങ്ങളെ 3 തവണ കയറ്റി എന്ന് മറ്റുള്ളവർ പറയുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ 3 തവണ കയറിയിട്ടില്ല, 2 തവണയെ കയറിയിട്ടുള്ളൂ എന്നാണ് ഇയാൾ പറയുന്നത്. ഇവിടെ എനിക്കൊരു പഴയ കഥ ഓർമ്മ വരുന്നു. ഒരാളൊരു ജംഗ്ഷനിൽ നിന്ന് അഭിമാനത്തോടെ പറഞ്ഞു, എന്നെ ഒരു പെണ്ണുമ്പിള്ളയും എൻ്റെ ദേഹത്ത് അടിച്ചിട്ടില്ല. അപ്പോൾ അടുത്തുനിന്ന് ആൾ ചോദിച്ച്, ആരും അടിച്ചിട്ടില്ലേ? ആരും അടിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഒരു മീൻ കച്ചവടക്കാരി പാളയെടുത്ത് ഒരു അടി അടിച്ച് എന്ന് പറയുന്ന പോലെയാണ് ജയസൂര്യ തർക്കിക്കുന്നത്. ED എന്നെ 3 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്തില്ല, 2 പ്രാവശ്യമേ ക്വസ്റ്റ്യൻ ചെയ്തുള്ളൂ. ഇല്ലടാ, നീ 3 പ്രാവശ്യം പോയി. ഇല്ല, ഞാൻ 2 പ്രാവശ്യം പോയുള്ളൂ. എന്തിനാ പോയത്? അച്ചുകുട്ടി കഞ്ഞി കുടിക്കാൻ പോയാണ്. EDയുടെ മുമ്പേക്ക് ചെന്ന് ഇരിക്കുമ്പോൾ സൂക്ഷിക്കുക, കള്ളപ്പണമൊക്കെ ചിലപ്പോൾ വെളുക്കും, അവരതും കൂടെ കയറി കിണ്ടും. ഇങ്ങനെ എന്താ പറയുക, ഉണ്ടാക്കി വയ്ക്കുന്ന ഒളിച്ചു വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ED പൊക്കും ചിലപ്പോൾ, അതും കൂടെ ഓർത്തോ. ഒരു കഥ. അടുത്തത്, ഞാനൊരു ദൃഢനിശ്ചയം എടുത്തതാണ്. ശബ്ദം വിറ്റ് ജീവിക്കുന്ന അവരെപ്പറ്റി ഒരക്ഷരം ഇനി പറയില്ല. അത് പറയാൻ കാര്യം, അവർ മുഖ്യമന്ത്രിക്ക് ഒരു ആത്മഹത്യാ കുറിപ്പ് കൊടുത്തു. ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു വനിതാ പോലീസുകാരി എന്നോട് പറഞ്ഞു, അവർ മുഖ്യമന്ത്രിക്ക് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ദിനേശ് ആയിരിക്കും കാരണക്കാരൻ. ഞാൻ അവർക്ക് ആത്മഹത്യയാവുന്ന ഒന്നും അതിൽ എഴുതിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല ചാനലിൽ. ഞാൻ അന്ന് ഈ ആത്മഹത്യാക്കുറിപ്പ് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞത് സത്യസന്ധമായ ചില കാര്യങ്ങളാണ്. നിങ്ങൾ ദിലീപും മഞ്ജു വാര്യരും കാണിക്കുന്ന മാന്യതയെങ്കിലും കാണിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുപോയ ഭർത്താവിനെയോ മുൻ കാമുകനെയോ ഇങ്ങനെ ചാനലുകളിൽ ചെന്നിരുന്ന് ആക്ഷേപിക്കരുത്. ഇത്രയും പറഞ്ഞതിനാണ് ആത്മഹത്യാക്കുറിപ്പ് കൊടുത്ത് മുഖ്യം. പിന്നെ മുഖ്യമന്ത്രിക്ക് പെണ്ണുങ്ങളുടെ കത്ത് കിട്ടിയാൽ ഇരിക്കപ്പെടുത്തിയില്ലല്ലോ, അപ്പോൾ തന്നെ എടുത്ത് സൈബർ പോലീസിന് കൊടുക്കുന്നു. ആ ദിനേശിൻ്റെ തല വെട്ടാവും, കമ്മ്യൂണിസ്റ്റ് തേങ്ങ വെട്ടാൻ്റെ തല എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു. സൈബർ പോലീസുകാർ എന്നെ വിളിച്ചു, ഞാൻ ചെന്നു. ഇപ്പോൾ 7-8 വർഷമായി കോടതിയിൽ കയറി ഇറങ്ങുന്നു. അത് ആകെപ്പാടെ എനിക്കുള്ള ബുദ്ധിമുട്ട് അത് മാത്രമാണ്. പക്ഷേ ഈ സൈബർ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസുകാരി എന്നോട്, എന്തിനാണ് നിങ്ങളുടെ കഥയൊക്കെ സ്ഥിരമായി കാണുന്ന ആളാണ് ഞാൻ, എന്ത് രസമായി നിങ്ങൾ സിനിമാ കഥകൾ പറയുന്നത്, അത് പോരെ, ഇവരെ പറ്റി ഒന്നും പറയരുത്, അവർ ആത്മഹത്യാക്കുറിപ്പൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ എന്നുള്ള. ഞാൻ അന്നൊരു തീരുമാനം എടുത്തു. ഞാൻ ആരും വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് പോലും ഊരിയില്ല. വന്നിടന്ന് തന്നെ സിന്ധുവിൻ്റെ പറഞ്ഞു, സിന്ധു എനിക്ക് ഫോണിലൊരു 3-4 മിനിറ്റുള്ള ക്ലിപ്പിങ്സ് എടുത്ത് തരുമെന്നിട്ട് അവളെടുത്തു തന്നു. ഞാൻ എൻ്റെ ഗൗരവമൊക്കെ കണ്ടപ്പോൾ അവളും വരണ്ടുപോയി. ഞാനതിൽ പറഞ്ഞു, ഞാൻ കാരണം ലോകത്ത് ഒരു സ്ത്രീയും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രിൻസിപ്പിളിൽ ജീവിക്കുന്ന ആളാണ്. എന്നെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുത്ത സ്ഥിതിക്ക് ഇനി ഈ സ്ത്രീ എന്ത് പ്രകോപിപ്പിച്ചാലും ഞാൻ അവരെ പറ്റി ഒരക്ഷരം ഇനി പറയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഒരുപാട് പേര് കളിയാക്കി എന്നെ.
നട്ടലില്ലാത്തവനെ ആണുങ്ങളാണെങ്കിൽ അവളെ മുമ്പ് താരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഒരു സ്ത്രീ നമ്മളെപ്പറ്റി അങ്ങനെ പറയാമെന്നുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവരുടെ സ്ഥിരം നമ്പരാണിത്. മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഏത് പരാതിയിലും ആത്മഹത്യാക്കുറിപ്പാണ് എഴുതുന്നത്. അത് ഒരു പ്രശസ്തനായ സംവിധായകനെ കൊണ്ടുവന്ന് അനാഥ മന്ദിരത്തിൽ ഇട്ടിട്ട് അത് അങ്ങനെ അനാഥ മന്ദിരത്തിൽ കിടന്ന് മരിക്കേണ്ട സംവിധായകനല്ല. അദ്ദേഹത്തെ മാക്ടയോ ഫെഫ്കയോ സംരക്ഷിക്കണം. ഒരു 2 ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റ് എടുത്ത് വലിയ TV വെച്ചു കൊടുത്ത് അദ്ദേഹത്തിന് പകൽ സിനിമ കാണാനും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കണം. 2 ജോലിക്കാരെ വയ്ക്കണം, പകലൊരാൾ രാത്രി ഒരാൾ. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ഫെഫ്കയും ആക്ടിങ് ചെയ്തില്ലെങ്കിൽ മമ്മൂട്ടി ചെയ്യണം. കാരണം നിങ്ങളെ താരമാക്കിയ സംവിധായകനാണെന്ന് ഞാൻ നല്ല ഉദ്ദേശത്തോടെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ ആ സ്ത്രീയെ വിളിച്ച് മുഖ്യമന്ത്രിക്ക് ആത്മഹത്യാക്കുറിപ്പ് കൊടുക്കുക. അവളും കൊടുത്തു ആത്മഹത്യാക്കുറിപ്പ്. അവിടുന്ന് അപ്പോഴും മുഖ്യമന്ത്രി സഹിച്ച് ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ഞാൻ കരുതി ഇനി അവരെക്കുറിച്ച് നമ്മളൊന്നും എഴുതരുത്, ഒന്നും പറയരുത്. കാരണം അവർ അങ്ങനത്തെ ഒരു കെണിയും കൊണ്ട് നടക്കുന്നവരാണ്. മുഖ്യമന്ത്രിയെ പറ്റിക്കാൻ കൊണ്ട് നടക്കുന്ന കെണിയാണ്. പക്ഷേ ബുദ്ധിമാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നെനിക്ക് മനസ്സിലായി. തിരുവനന്തപുരത്തെ 2 പാർട്ടി നേതാക്കളെയും നമ്മളൊക്കെ പ്രതീക്ഷയായി കണ്ട ഒരു യുവ നേതാവും കയ്യിലുള്ളതാകണം ഇത്തരം കളികൾ ഈ സ്ത്രീ കളിക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ ആ യുവ നേതാവിനെ കുറിച്ച് കേട്ടപ്പോൾ. അയ്യാ, ഇവനും ഇത്ര ചെറ്റയാണോ എന്ന് ചോദിച്ചു. ഇവിടെ ഒരുപാട് പേരുണ്ട് എൻ്റെ പാർട്ടിയിൽ, പെണ്ണെന്ന് എഴുതി കാണിച്ച കമന്ന് വീഴുന്നവന്മാർ. പക്ഷെ അതിൽ ഈ യുവ നേതാവ് പെടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതുകൊണ്ടാണല്ലോ യുവനായികയെ തൃശ്ശൂരിൽ നിന്നും ക്രിസ്മസ് ഡിന്നറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ഷണിച്ചപ്പോൾ വിളിക്കാത്തിടത്ത് നാണമുണ്ടെങ്കിൽ പോകുമോ, ആ നടിയുടെ സെക്യൂരിറ്റി ഓഫീസറായി ഈ മഹതിയും കൂടെ നുഴഞ്ഞു കയറി. ഇതിലൂടെ ഞാൻ മുഖ്യമന്ത്രിയെ തൃശ്ശൂരിൽ നിന്നൊരു സ്ത്രീയെ കൊണ്ടുവന്ന് കള്ളപ്പീഡന പരാതി നാടകം കളിച്ചത് മുഖ്യമന്ത്രി മറന്നിരിക്കും എന്ന് ആ സ്ത്രീക്കും തോന്നിക്കാണും, എനിക്കും തോന്നി.